ലൈവിനകത്ത് ഇപ്പൊ ദുഷിപ്പ് മേളയാണ് കേട്ടോ. ദുഷിപ്പോട് ദുഷിപ്പാണ്. സരിക ബിൻസി ഒക്കെ കൂടി ഇരുന്ന് ഷാനവാസിന്റെ കുറ്റം പറയുന്നുണ്ട് ആദില നൂറയുടെ കൂടെ ഇരുന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് അനുമോൾക്ക് കുറവ് മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ആദില നൂറമാര് ഷാനവാസുമായിട്ടൊന്ന് പിണങ്ങിയായിരുന്നു. എന്നിട്ട് ആദില ഫുൾ ഇന്നിരുന്ന് ഇവര് വരുന്നതിന് മുമ്പ് അക്ബറിന്റെ കൂടെ ഇരുന്ന് ഷാനവാസിനെ കുറെ ദുഷിക്കുന്നുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിക്ക തമാശയായിട്ട് കാര്യങ്ങളെ കാണുന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിലും പറഞ്ഞിരുന്നു കേട്ടോ, തമാശയായിട്ട് കാര്യങ്ങളെ കാണുന്നില്ല, എല്ലാം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് കോംബോ ഫേക്ക് ആണെന്നുള്ളൊരു കാര്യം അതിൽ പറയുന്നുണ്ട്, സരികയുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പൊ സരിക പറയുന്നുണ്ട് അനീഷിനും ഷാനവാസിനും അനുമോൾക്കും ഒക്കെ PR ഉണ്ട്, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ PR ഉള്ളത് അനീഷിനാണ് എന്നൊക്കെ സരിക പറയുന്നു. പിന്നെ നൂറ പറയുന്നു ഇത് ഈ PR സിസ്റ്റത്തിനകത്ത് വോട്ടിംഗ് ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. പിന്നെ വിൻസി പറയുന്നുണ്ട് പുറത്ത് PR ആണ് ഏറ്റവും വലിയ ചർച്ച, PRകളെ പറ്റിയാണ് പുറത്തുള്ളവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുൾ PR വർക്കാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സരിക പറയുന്നത് ഈ റെക്കോർഡിങ് എന്ന് വെച്ചാൽ ആളുകൾ ഈ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അതിന് മ്യൂസിക് ഒക്കെ കയറ്റി ഇടുന്നതൊക്കെ PR വർക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഫാൻസ് ആയിട്ടുള്ളവരും ചെയ്യും ചേച്ചി. ഓക്കെ, പിന്നെ അപ്പാനി ഇരുന്നിട്ട് ഷാനവാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മാനിപ്പുലേഷനാണ്, മാനിപ്പുലേഷനും പാസവും ഒക്കെയാണ് അയാളുടെ മെയിൻ, നീ പുറത്തിറങ്ങുമ്പോൾ നീ കണ്ടോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മാനിപ്പുലേഷനും പാസവും എന്ന് അപ്പാനി പറയുന്നു. അങ്ങനെ ആകെ ഫുൾ ദുഷിപ്പാണ് ലൈവിനകത്ത്. എന്റെ പൊന്നോ, കണ്ടിരിക്കാൻ വയ്യ, ആ ലെവല് ദുഷിപ്പാണ്. ഈ പഴയ കണ്ടസ്റ്റൻസിനെ എന്തിനാണ് വീണ്ടും കൊണ്ടുവരുന്നത്? ഈ പരിപാടി ഒന്നും നിർത്താറായില്ലേ? അവരുടെ നെഗറ്റീവ് സൈഡ് വെറുതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോമന്റ്സ് ഞാൻ വായിച്ചു, ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഈ മുൻഷി രഞ്ജിത്ത്, സരിക, ബിൻസി, എല്ലാവരും ഓവറാണ്. അപ്പാനിശരത്ത് പിന്നെ ഇത്തിരി ഒരു മയത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്, അനുമോളുടെ അടുത്തും അക്ബറിന്റെ അടുത്തും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പാനി പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വേണം. ആ രീതിയിലാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഈ സരികയും ബിൻസിയും ഒക്കെ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഷാരിക നെവിന്റെ അടുത്ത് വരുന്ന കുറെ കാര്യങ്ങൾ പറയുന്നതായിട്ട് കേട്ടിരുന്നു. ഇന്ന് ബിഗ് ബോസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ? കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും